വീടോട് താമരപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മകൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ല, എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്തേ പറ്റത്തുള്ളൂ. അദ്ദേഹം CD കണ്ടിട്ട് ആണ് ഈ ഫോട്ടോ CDക്കകത്ത് ഡോക്ടറെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അവനോട് സംശയം ചോദിച്ചു, മോനെ ഈ സ്റ്റേർണം കട്ട് ചെയ്ത് വേണ്ടായോ തുറന്ന് വെക്കാൻ? ഈ സ്റ്റേർണം കട്ട് ചെയ്യുന്ന അത്രയും ഭാഗത്തെ ആ മെറ്റീരിയൽസ് അവിടെ പോകും. പിന്നെ ഇതെങ്ങനെ കുത്തിക്കെട്ടി ചാക്ക് കുത്തിക്കെട്ടുന്ന പോലെ അവിടെ പിടിച്ചു കെട്ടണ്ടേ? അപ്പോൾ അവനിങ്ങനെ കണ്ടു ശരിയല്ല, അതിന് പകരം പീസ് വെക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നെ കണ്ടില്ല, രാവിലെ ഇവിടെ നിൽക്കാൻ വന്നതല്ലോ. മരിക്കട്ടെ, എന്തായാലും മരിക്കേണ്ട ആര് വിചാരിച്ചാലും മതി. ഈ പ്രോഡക്റ്റ് അല്ല എന്ത് കഴിച്ചാലും മരിക്കേണ്ട സമയത്ത് മതി. പിന്നെ മരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വിഷമം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ബോഡിയെ പറ്റി നമുക്ക് ബോധം വേണം, നമുക്ക് ഒരു ബോധം വേണം. അത് ഞാൻ ഇതുപോലുള്ള പുതിയ പ്രോഡക്റ്റ് ഇതെന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി സാറ് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റാണെന്നുള്ള സത്യമാണ്. ഞാൻ ഈ പ്രോഡക്റ്റിന് 3 കവർ പാക്കറ്റ് കിട്ടും. അതിന് ശേഷം ഞാൻ ചെന്ന് എൻ്റെ ബ്ലോക്ക് ചെക്ക് ചെയ്തപ്പോൾ ബ്ലോക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റിന് കൂടുതൽ താല്പര്യമുണ്ടായി. ഞാൻ ഇതിനെ പറ്റി കൂടുതൽ പഠിച്ചു. പഠിക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഭാഗം ഏതാണ്? സെല്ലാണ്, അല്ലേ? സെല്ലല്ലേ ഏറ്റവും ചെറിയ ഭാഗം? സെല്ല. അപ്പൊ സെല്ലുകൾ കൂടി ചേരുമ്പോൾ അത് ടിഷ്യൂസ് ആകും, അല്ലേ? ടിഷ്യൂസുകൾ കൂടി ചേരുമ്പോൾ ഓർഗൻ ആകുന്നു, ഓർഗൻ കൂടി ചേരുമ്പോൾ സിസ്റ്റം ആകുന്നു, സിസ്റ്റം കൂടി ചേരുമ്പോൾ നമ്മുടെ ശരീരമാകും. ഈ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ 40-ൽ പരം രോഗം ഇല്ലാതാകുന്നു എന്ന് ശരിയാണ്. പക്ഷേ നമ്മൾ ഏതിനെയാണ് ചികിത്സിക്കുന്നത്? നമ്മുടെ ഏറ്റവും ചെറിയ ഭാഗം സെല്ലിനെയാണ് എല്ലാ രോഗവും ബാധിക്കുന്നത്, അല്ലേ? അപ്പൊ നേരിട്ട് നമ്മൾ സെല്ലിനെ അല്ലേ ചികിത്സിക്കുന്നത്? അതല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് രോഗം മാറുന്നത്, അല്ലാതെ അത്ഭുതമൊന്നുമല്ല. മനസ്സിലായോ? നമ്മുടെ ഫ്രീ റാഡിക്കൽസ്, അതായത് നശിച്ച ഒരു സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും. അതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ സെല്ലുകളെ ഫ്രീ റാഡിക്കൽസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് അലഞ്ഞു തിരിയുന്ന പ്ലാനറ്റ് എന്ന് പറയുന്ന പോലെ ഇതിന് പിന്നെ ശരീരത്തിൽ നിലനിൽക്കില്ല. അപ്പം എവിടെങ്കിലും അടിഞ്ഞു കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ മുഴയാകും. കുറേ നാളാകുമ്പോൾ ഡെഡായ സെല്ലുകളാണ്. അത് ക്യാൻസറായി മാറുന്നതിന് വലിയ അത്ഭുതമൊന്നുമല്ല. ഇത് ബ്ലഡിൽ കലരുമ്പോൾ ബ്ലഡ് ക്യാൻസറായി. ഇത് അന്നൊന്നും ഉണ്ടാകുന്ന ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ നമുക്ക് രോഗം വരുന്നില്ല. പണ്ടുള്ള ആൾക്കാർക്ക് ഇത്രയും രോഗങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പണ്ട് പകർച്ചവ്യാധികൾ മാത്രമേ ഉള്ളായിരുന്നു. കോളറ, കുഷ്ഠം, പിന്നെ മലമ്പനി, ഇതൊക്കെ വായുവിൽ കൂടി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് പണ്ടുള്ള രോഗങ്ങളെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ രോഗം അതല്ല. ഇന്ന് നമ്മുടെ കുഴിമന്തി, മറ്റേത് മന്തി, ഇതെല്ലാം കഴിക്കുമല്ലേ? ആരുടെയും ശരീരത്ത് ഇലവർഗ്ഗങ്ങളുള്ള യാതൊരു ആഹാരവും ചെല്ലുന്നില്ല. അഥവാ വന്നാലും നമ്മുടെ തമിഴ്നാട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയല്ലേ എന്തെല്ലാം വിഷമടിച്ച്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഈ വിഷാംശം നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വായു വെച്ച് തന്നെ സലൈവ അതിനകത്ത് പ്രവർത്തിക്കുന്ന അതൊരു ദഹന രസമാണ്, അല്ലേ? അത് ചവയ്ക്കുമ്പോൾ അതൊരു ആഗ്നേയ രസമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ആമാശയത്തിൽ ചെല്ലുന്നു. ആമാശയത്തിൽ ചെല്ലുമ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പാൻക്രിയാറ്റിക് ജ്യൂസ്. മനസ്സിലായോ? ഈ ആഗ്നേയ രസങ്ങൾ മിക്സ് ആയിട്ട് 7.5 മീറ്റർ നീളമുള്ള കുടലിൽ കൂടെ പോകുന്നത്, അല്ലേ? ഈ കുടലിൽ കൂടെ പോകുമ്പോൾ ആ കുടലിലുള്ള നാല് പോലെയുള്ള ഭാഗങ്ങളുണ്ട്, വില്ലകൾ എന്ന് പറയും. അതിപ്പോ വിഷം ചെന്നാലും വലിച്ചെടുക്കും. മനസ്സിലായോ? ആ വില്ലകൾ ഡെൻസിറ്റി കൂടിയ ദ്രാവകവും ഡെൻസിറ്റി കുറഞ്ഞ ദ്രാവകം തമ്മിൽ ഒരു മെംബ്രെയിൻ കൊണ്ട് വേർതിരിച്ചാൽ ഡെൻസിറ്റി കൂടിയതിലേക്ക് ഒരു ഡെൻസിറ്റി കുറഞ്ഞത് ആഗിരണം ചെയ്യപ്പെടും. ആ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ ആ കുടലിൽ കൂടെ പോകുന്ന ആ ആഹാരത്തിൽ നിന്ന് അമിനോ ആസിഡിന്റെ അത് തന്നെ ഓസ്മോസിസ് പ്രക്രിയ, അല്ലയോ? കറക്റ്റ്, ഓസ്മോസിസുമാണ്. ആ ഓസ്മോസിസ് പ്രക്രിയയിലൂടെ അമിനോ ആസിഡ്, ഫാറ്റ്സ്, ഗ്ലൂക്കോസ്
മാൾട്ടോസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം വലിച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഇല്ല തമിഴ്നാട്ടിൽ അടിച്ച വിഷം കൂടെ വലിച്ചെടുക്കും അല്ലേ? അതിന് ഇന്നതൊന്നും വല്ല ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തെ പറ്റി നമുക്ക് ബോധം വേണം. നമ്മളാ ചിന്തിക്കും, നമ്മൾ തന്നെ നമ്മുടെ ഡോക്ടർ അല്ലേ? അപ്പൊ ഇതുപോലൊരു പ്രോഡക്റ്റ് വന്നപ്പോൾ നമ്മളതിനെ വളരെയധികം ബഹുമാനത്തോടുകൂടി ഇത് സ്വീകരിക്കാൻ തയ്യാറാകണം. ഇത് ഒരുപാട് പേർക്ക് ആ തിരുവല്ലായി വന്ന ക്ലാസ് കേൾക്കുമ്പോൾ അറിയാം എത്ര പേരാണ് അവിടെ തുള്ളിച്ചാടി സംസാരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളല്ലേ, ചുമ്മാ പറയേണ്ട കാര്യമുണ്ട്. കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നു വേണ്ട. ഒരാമമാന്ന് വന്ന സ്ത്രീ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ ഞാൻ 5 വർഷം അനുഭവിച്ച വിഷമം. ശരിയാ, അവരങ്ങ് സങ്കടപ്പെട്ടാ പറയുന്നത്. അയ്യോ ഇന്ന് എൻ്റെ കാര്യം, അവനവൻ്റെ കാര്യം അവനവന് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ അതല്ലേ വലിയത്. മനസ്സിലായി? അപ്പം നമ്മൾ ഈ സെല്ലുകളെ മാത്രം ചികിത്സിക്കുന്ന സാധനമാണ്. സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ മുമ്പേ പറഞ്ഞു, ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും. ഈ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിയുന്ന ഫ്രീ റാഡിക്കൽസ് ശരീരത്ത് പോകുന്നു, പുറത്തു പോവുകയും ചെയ്യും. ആ സാധനത്തേക്ക് ഇതിനകത്ത് നിന്ന് ഉള്ള ഇത് സെല്ലുകളാണ്. അതായത് 15-17 സാറേ 17 പഴവർഗ്ഗങ്ങളിൽ നിന്ന് 25 എടുത്ത് വെച്ച് ഉണ്ടാക്കിയ പല ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്നു തയ്യാറാക്കി. ജോൺ ബ്രിട്ടോ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ജോൺ ബ്രിട്ടോ സാധനമാണ്. മലേഷ്യ. അതായത് മലേഷ്യൻ അപ്പോഴേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.